പ്രസന്നവദനം എന്ന സിനിമ ഡയറക്റ്റ് ചെയ്ത് അർജുൻ വൈക്കയാണ്. അദ്ദേഹം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. സുഹാസ് സൂര്യ എന്ന കഥാപാത്രത്തിൽ ചെയ്യുന്നു. പായൽ ആദ്യ എന്ന കഥാപാത്രം, അതുപോലെ റാഷി സിംഗ് ഒരു ACPയുടെ റോളിൽ വൈദേഹി എന്ന കഥാപാത്രത്തെ ചെയ്തിരിക്കുന്നു. നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പ്രസന്നവദനം. ഈ സിനിമയുടെ തുടക്കത്തിലെ ഒരു പ്ലോട്ട് പറഞ്ഞാൽ ഒരു ആക്സിഡൻ്റ് ആണ് കാണിക്കുന്നത്. പാരൻസ്, അതുപോലെ നമ്മുടെ നായകൻ, ഒരു കൂട്ടുകാരൻ, ഇവർ കാറിൽ സഞ്ചരിക്കുമ്പോൾ ഒരു ലോറി വന്ന് ഇടിക്കുകയാണ്. അതിനുശേഷം പാരൻസിനെ നായകൻ അപ്പോൾ തന്നെ നഷ്ടപ്പെടുന്നു. കൂടാതെ നായകന് ഫോനോഗ്നോസിയ എന്നൊരു കണ്ടീഷൻ വരികയാണ്. അതായത് നായകന് മുൻ പരിചയമുള്ള മുഖങ്ങളെ പിന്നീട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുകയാണ്. അതായത് ഒരാളെ കണ്ടെങ്കിൽ നമുക്ക് പഴയ മുഖം, ആ ഒരു മുഖം, അതായത് പരിചയം നമുക്ക് പിന്നീടുണ്ടാവില്ല. അത് പിന്നീട് നായകന് ഒരുപാട് പ്രശ്നങ്ങൾ ഈ സിനിമയിൽ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജോലി സ്ഥലത്താണെങ്കിലും പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം പോലും ഇല്ലാതെ വരികയാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മുടെ ഡയറക്ടർ ഇത് എടുത്തു വച്ചിട്ടുണ്ട്. നമ്മളിതൊരു വർക്കായിട്ടുണ്ട് ഈ സിനിമ. നിങ്ങളൊരു ത്രില്ലർ പ്രേമിയാണെങ്കിൽ, ക്രൈം ത്രില്ലർ പ്രേമിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഈ സിനിമയിൽ വരുന്ന 2 വില്ലന്മാർ, പോലീസ് വേഷം ചെയ്ത വൈദേഹി, മറ്റൊരു പോലീസ് ഓഫീസറുണ്ട്. ഇവരൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ അവരുടെ കഴിവുകൾ തെളിയിച്ച ഒരു പടമാണ്. ഇൻ്റർവെല്ലിന് തൊട്ട് മുന്നേ നമുക്കൊരു ട്വിസ്റ്റ് വരുന്നുണ്ട്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നായിക കെമിസ്ട്രി ഒക്കെ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. സാധാരണ തെലുങ്ക് സിനിമയിലുള്ളതുപോലെ ഇടിച്ചാൽ തെറിച്ചു പോകുന്ന വില്ലന്മാർ, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഈ സിനിമയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മലയാള സിനിമയായിട്ട് ഏകദേശം മലയാളം സിനിമ എടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ സാധാരണ ഒരു തമിഴ് സിനിമ എടുത്ത പോലെ അത്യാവശ്യം റിയലിസ്റ്റിക് ആയിട്ടൊക്കെ ഈ സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ നായകൻ ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ അവസാനം നമ്മൾ മറ്റു ചില സിനിമകളിൽ കണ്ടതാണെങ്കിൽ കൂടി ആ ഒരു സിനിമകളെ നമ്മൾ ഓർമ്മിപ്പിക്കുമെങ്കിലും അത്യാവശ്യം നമുക്കതൊരു കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. ആഹാ തമിഴിലൂടെ ഇപ്പോൾ സ്ട്രീം ചെയ്യുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. സ്റ്റേ സേഫ്.